ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ഫൈനൽ പാർട്ട് ഓഫ് അവർ കക്കയം സീരീസ്. ഇന്ന് നമ്മൾ പോകുന്നത് കക്കയത്തെ ഏറ്റവും ഭീകരമായ എന്ന സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ച ഉറുക്കുയി വാട്ടർഫാൾസിലേക്കാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ അരിയും മറ്റും അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉരൽ, ആ ഒരു ഉരലിൻ്റെ ഷേപ്പിലാണ് ഇവിടുത്തെ കല്ലുകളിലുള്ള ഈ കുയികൾ. ഉരൽ പോലത്തെ കുയി, അതാണ് ഉറുക്കുയി. പ്രകൃതി ഇത്രമേൽ മനോഹരമായും അതേസമയം ഭയപ്പെടുത്തുന്നതായും മാറുന്നത് ഇവിടെ കാണാം. ഇതാണ് ശരിക്കുള്ള വഴി. എന്നാൽ നമുക്ക് ഒരു ഈസി അല്ലാത്തൊരു വേ എടുക്കാം, ഒരു ഷോർട്ട് വേ. ഈ മനോഹരമായ പ്രദേശം 1976 ഇങ്ങനെയായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കേരളം ഏറ്റവും ഭയത്തോടെ കേട്ടിരുന്ന പേരായിരുന്നു കക്കയം ക്രൈം ബ്രാഞ്ച് ക്യാമ്പ്. അതൊരു സാധാരണ പോലീസ് സ്റ്റേഷൻ ആയിരുന്നില്ല. ഭരണകൂടത്തിന് എതിരായി സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ടോർച്ചർ സെന്റർ ആയിരുന്നു. ഈ ക്യാമ്പിനുള്ളിൽ നടന്നിരുന്ന ഏറ്റവും ക്രൂരമായ പീഡനമായിരുന്നു ഉരുട്ടൽ. പ്രതിയുടെ കൈകാലുകൾ കെട്ടിയിട്ട് ശരീരത്തിന് മുകളിലൂടെ ഭാരമേറിയ മരത്തടിയോ ഉലക്കയോ പോലീസുകാർ കയറി നിന്ന് ഉരുട്ടുന്ന രീതി. അങ്ങനെയുള്ള ക്രൂരതയ്ക്ക് ഇരയായി മരണപ്പെട്ട ഒരാളാണ് രാജൻ കേസ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് രാജൻ എവിടെ പോയി, ആ മൃതദേഹം എന്തു ചെയ്തു, ഇന്നും ഉത്തരമില്ലാത്ത ആ ചോദ്യത്തിന് മുന്നിൽ ഈ കാണുന്ന ഉറുക്കുയി വെള്ളച്ചാട്ടം ഒരു നിഗൂഢതമായി നിൽക്കുന്നു. രാജന്റെ അച്ഛൻ മകനു വേണ്ടി മരണം വരെ നീതിക്ക് വേണ്ടി പൊരുതി. ഇറ്റ് വാസ് എ റിയൽ ലൈഫ് ബാറ്റിൽ ഫോർ ജസ്റ്റിസ്. ഉറുക്കുയുടെ ഈ ഇരമ്പൽ കേൾക്കുമ്പോൾ ചിലർക്ക് അതൊരു സംഗീതമാണ്, പക്ഷേ ചരിത്രം അറിയുന്നവർക്ക് അതൊരു നിലവിളിയാണ്. ഒരിക്കലും നീതി ലഭിക്കാത്ത, ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു മകന്റെ ഓർമ്മ പുതുക്കുന്ന നിലവിളി. ഈ കുഴികൾ ആരെങ്കിലും പണിഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിന്റെ പിന്നിൽ ഒരു ഒന്നൊന്നര സയൻസ് ഉണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി വെള്ളത്തിന്റെ കൂടെ ഒഴുകി വരുന്ന കല്ലുകളും മണലും ഈ പാറയുടെ ചെറിയ വിടവുകളിൽ കുടുങ്ങും. എന്നിട്ട് വെള്ളത്തിന്റെ പ്രഷറിൽ ഇതൊരു ഗ്രൈൻഡർ പോലെ കറങ്ങി ഈ പാറയെ തുരന്നെടുക്കും. പ്രകൃതിയുടെ സ്വന്തം സ്ലോ മോഷൻ ഡ്രില്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സൗന്ദര്യവും വന്യതയും ഒത്തുചേരുന്ന ഉറുക്കുയി ഇന്നും ആ രഹസ്യങ്ങൾ ആഴത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നേച്ചർ എക്സ്പ്ലോറിങ്ങിനും ട്രക്കിങ്ങിനും പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് കക്കയം. സോ ഈ ഭാഗത്തു കൂടി വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കക്കയം വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. पर खुले नैन भगवन रखता है।